കളിയിക്കാവിള കൊലപാതകം തിരുവനന്തപുരം സ്വദേശി അറസ്റ്റിൽ. നമസ്കാരം, കൊട്ടാരക്ക മീഡിയയിലേക്ക് സ്വാഗതം. കോയമ്പത്തൂരിലേക്ക് പോയ ക്രഷർ ഉടമയെ കാറിൽ കഴുത്തറുത്ത് കൊന്ന സംഭവത്തിൽ പ്രതി പിടിയിൽ. തിരുവനന്തപുരം നേമം സ്വദേശിയാണ് പിടിയിലായതെന്നാണ് സൂചന. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതായി തമിഴ്നാട് പോലീസ് അറിയിച്ചു. 2 കൊലപാതക കേസിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയുടെ അറസ്റ്റ് ഉടനെ രേഖപ്പെടുത്തും. കൊട്ടേഷൻ സംഘത്തിലെ നേതാവായിരുന്നു പ്രതിയെന്നാണ് വിവരം. തിരുവനന്തപുരം കൈമനം വിവേക് നഗർ ദിലീപ് ഭവനിൽ സോമന്റെ മകൻ ദീപുവിനെയാണ് കഴുത്തറുത്ത് കൊന്നത്. കളിയിക്കാവിളയ്ക്ക് സമീപം പടന്താലും മൂട്ടിൽ തിങ്കളാഴ്ച രാത്രി 10:30 സംഭവം. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും കൊലയാളി കവർന്നിരുന്നു. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ദീപുവിന് ഭീഷണിയുണ്ടായിരുന്നതായി ഭാര്യയും മക്കളും പോലീസിന് മൊഴി നൽകിയിരുന്നു. 12 വർഷം മുൻപ് മലയൻകീഴ് അണപ്പാട് വച്ച വീട്ടിലാണ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ദീപു താമസിച്ചിരുന്നത്. വീടിനോട് ചേർന്ന് JCB, ഹിറ്റാച്ചി എന്നിവയുടെ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് വിൽപ്പനയുമുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 6:30 വീട്ടിൽ നിന്ന് ദീപു മഹീന്ദ്ര കാറിൽ പണവുമായി പോയത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് മെക്കാനിക്കും തക്കലയിൽ നിന്ന് മറ്റൊരാളും ഒപ്പമുണ്ടാകുമെന്ന് ഭാര്യയോട് പറഞ്ഞിരുന്നു. തമിഴ്നാട്ടിലെ കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിൽ നിന്ന് 200 മീറ്റർ അകലെ റോഡിലാണ് കാർ കണ്ടെത്തിയത്. ബോണറ്റ് തുറന്ന നിലയിലായിരുന്നു. സ്റ്റാർട്ടായിരുന്ന കാറിന്റെ ആക്സിലേറ്ററിൽ ദീപുവിന്റെ കാൽ അമർന്നിരുന്നു. അരമണിക്കൂറോളം കാർ റേസായി കിടന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളാണ് ഡ്രൈവർ സീറ്റിൽ ചോരയിൽ കുളിച്ച് ഒരാൾ കിടക്കുന്നത് കണ്ടത്. വിവരമറിയിച്ചതോടെ പോലീസ് എത്തിയാണ് മൃതദേഹം ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി.